സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ചില സംശയങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. അതിനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ 10ാം വർഷം ഈ തെരഞ്ഞെടുപ്പ് പടിവാതിലുക്കൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നടത്തുന്നതെന്നാണ്. കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ശബരിമലയ്ക്ക് വേണ്ടി എന്താണ് ഈ സർക്കാർ ചെയ്തത്? ഈ ശബരിമല പ്രക്ഷോഭകാലത്ത് സർക്കാർ നിലപാടിൽ നിന്ന് എന്ത് മാറ്റമാണ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യതയുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായ മറുപടി ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. സ്വാഭാവികമായി ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം ആ ചോദ്യം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. കൃത്യമായിട്ടും ഒരു പൊതുജനം എങ്ങനെയാണോ ഈ ഒരു വിഷയം, അതായത് തുടക്കകാലത്തിൽ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള അതുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ എടുത്തൊരു നിലപാടും ഇപ്പോൾ ചെയ്യുന്ന ആ കാര്യങ്ങളും എല്ലാം തന്നെ പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താണോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അക്കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവും ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും. അതും മാത്രമല്ല, അന്ന് അത്തരമൊരു നിലപാട് സ്വീകരിച്ച ഘട്ടത്തിൽ ആ നിലപാടെടുത്ത കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെ പിന്തിരിപ്പന്മാരെന്ന് പറയുകയും ഞങ്ങളാണ് പുരോഗമനത്തിന്റെ മൊത്ത കച്ചവടം എന്ന് അവകാശപ്പെടുകയും ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? അന്ന് ഞങ്ങൾ പറഞ്ഞ, കോൺഗ്രസ് പറഞ്ഞ, ഇവിടുത്തെ പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യത്തിന്റെ ഒപ്പമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ CPI നിൽക്കുന്നത്. അത് പറയാൻ അത് വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് മാറ്റി, നിങ്ങളുടേതാണ് ശരി, നിങ്ങളായിരുന്നു ശരിയായ നിലപാട് സ്വീകരിച്ചത് എന്ന് പറയാൻ ഗവൺമെന്റിന് കഴിയുമോ എന്നാണ് ചോദ്യം. ഒരേ സമയം ഇവിടെ എല്ലാവരെയും പറ്റിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാർ ഇപ്പോൾ എന്താ പറയുന്നത്? സർക്കാർ പറയുന്നത് ബിന്ദു അമ്മണി വിശ്വാസിയല്ല എന്ന്. അന്നത്തെ സർക്കാരിന്റെ നിലപാടെന്താ? അന്ന് സർക്കാരിന് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. സർക്കാരിന് ഇക്കാര്യത്തിലൊരു നിലപാട് മാറ്റം ഉണ്ടായെങ്കിൽ അത് തുറന്നു പറയാനുള്ള, കേരളീയ പൊതുസമൂഹത്തോട് തുറന്നു പറയാനുള്ള ബൗദ്ധികമായ സത്യസന്ധത സർക്കാർ പ്രകടിപ്പിക്കണം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രാഥമികമായി വേണ്ടത്, ഞങ്ങൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടൊരു വലിയ തെറ്റായിരുന്നു, ഞങ്ങളിത് തിരുത്തുന്നു എന്ന് സർക്കാർ ആദ്യം പറയട്ടെ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇത് ഒരു പങ്കെടുക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഇതിൽ നിൽക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇതിന് പിന്നിലുള്ള അവരുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. അവർക്ക് തോന്നുമ്പോൾ അത് മാറ്റുന്നു, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിന് ഒത്തുപെരുമാറുന്നു എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരിക്കുന്നത്. അല്ല, സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ അവിടെയും ഇവിടെയും അല്ലാത്ത നിലപാട് സ്വീകരിക്കുകയാണ്. സർക്കാർ പ്രത്യക്ഷത്തിൽ പറയുന്നു ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് എന്ന്. അപ്പോൾ സർക്കാർ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടെടുത്ത മുൻകാല നിലപാടുകൾക്ക് സർക്കാർ അതിൽ നിന്ന് പിറകോട്ട് പോയി എന്ന് പറയണ്ടേ? സർക്കാർ അത് പറയുന്നില്ല. അതേസമയം അതേ സർക്കാർ തന്നെ പറയുന്നു ബിന്ദു അമ്മണി വിശ്വാസിയല്ല എന്ന് പറയുന്നു. സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ സർക്കാർ ബോധപൂർവ്വം ഒരു പുകമറ സൃഷ്ടിച്ച് എല്ലാവരെയും പറ്റിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ ഇപ്പോൾ ഇത്തരം ഒരു അയ്യപ്പ സംഘവുമായി മുന്നോട്ട് വന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സർക്കാർ 10ാം വർഷത്തിൽ ആഗോള അയ്യപ്പ സംഘം എന്നൊരു പരിപാടിയുമായും വരുന്നു. പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ സത്യത്തിൽ ചെയ്യുന്നത് എന്താ? സർക്കാരിനെ സംബന്ധിച്ച് സംഘപരിവാറിന് ഒരു പുതിയ ഓപ്പണിംഗ് കൊടുക്കുകയാണ്. സംഘപരിവാറിനെ സംബന്ധിച്ച് ഈ വിഷയം സജീവമായി നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? പ്രധാനമായും സംഘപരിവാർ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആവശ്യമാണ്. അവരിതിന്റെ ബദൽ പരിപാടികളായി മുന്നോട്ട് വരുന്നു. സർക്കാർ ഒരു വശത്ത് സംഘപരിവാർ വേഴ്സസ് CPM എന്നൊരു നരേറ്റീവിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ഒരു ആസൂത്രിതമായ പരിശ്രമമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ശബരിമല സുവർണാവസരമാണ് BJPക്ക് എന്ന് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. വീണ്ടും സംഘപരിവാറിന് ഒരു സുവർണാവസരം സൃഷ്ടിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ പ്രയത്നമാണ് ഇപ്പോഴത്തെ നടപടിയിലൂടെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.